ഹലോ, പാരഡൈസ് മൂവി വിശേഷങ്ങളുമായി ഇന്ന് ദി അൺസെൻസേർഡ് ഷോയിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ദർശന ആൻഡ് റോഷൻ. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ദി അൺസെൻസേർഡ് ഷോ എന്നാണ് അതിന്റെ പേര്. യെസ്, അങ്ങനെ പേരിടാൻ കാര്യം അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ അതൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അല്ല, അങ്ങനെ ഭയങ്കര എന്താ പറയുക പേടിപ്പെടുത്തുന്ന ഒരു റൗണ്ടും അല്ലെങ്കിൽ ഷോ അല്ല. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. പൊതുവേ ആൾക്കാർ ചോദിക്കും, ആദ്യം ക്വസ്റ്റ്യൻസ് തരാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിറ്റാറ്റ്, കാരണം ഈ പേര് കേൾക്കുമ്പം ഈശ്വര അൺസെൻസേർഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്. യെസ്, അപ്പം ഒരുപാട് സന്തോഷം രണ്ടുപേരെയും കാണാൻ സാധിച്ചതിൽ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം അതൊക്കെ ഇത് കൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുന്നു. അപ്പം ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ സ്വപ്നം കണ്ട ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ? ഈ ഒരു ജേർണിനെ എങ്ങനെ കാണുന്നു? ഞാൻ എനിക്ക് കൊടുക്കുന്നതിലും കൂടുതൽ വില. ദാറ്റ്സ് വെരി സ്വീറ്റ് ഓഫ് യു ടു സേ താങ്ക് യു. ഭയങ്കര നന്ദിയും ഭയങ്കര ഭാഗ്യവും ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ഒരാളല്ല. എന്തെങ്കിലും സിനിമയിൽ വരണമെന്നോ ഇത്രയും സിനിമകൾ ചെയ്യണമെന്നോ ഈ പറയുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് സ്വപ്നം കണ്ട് എനിക്കിത് വേണം, ഞാൻ ഇതിനു വേണ്ടിയിട്ട് വർക്ക് അങ്ങനെ ആലോചിച്ചിരുന്ന ഒരാളല്ല. ഞാൻ വിചാരിച്ചത് MCC-ലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് സിനിമയൊക്കെ ഡിസ്റ്റന്റ് റിയാലിറ്റി, അതിന്റെ പുറകെ പോയാൽ പിന്നെ അങ്ങനെ അങ്ങ് ആ ഒഴുക്കിപ്പെട്ടങ്ങ് പോവും, നാടകമൊക്കെ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ലൈഫിലേക്ക് കുറേയൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യം കൊണ്ടൊക്കെ വന്നതാണ് സിനിമ. പിന്നെ എനിക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഭയങ്കര ബഹുമാനമുള്ള ഒരുപാട് ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം അതൊക്കെ ഭയങ്കര വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അല്ലാതെ ഞാൻ സ്വപ്നം കണ്ട എന്തോ ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ള മൂഡിലല്ല നിൽക്കുന്നത്. ഈ ബമ്പർ അടിച്ചല്ലോ എന്നുള്ള മൂഡിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും ലൈക്ക് എല്ലാം ഹാപ്പി ടൈംസ് ഒന്നും അല്ല. ഓരോ പ്രോജക്റ്റുകളുടെയും കയറ്റമിറക്കമൊക്കെ ഉണ്ടാവും, അതെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും. പക്ഷെ ഓവറോൾ ഒരു കുറേ സൂം ഔട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനൊന്നും ആയിരിക്കും വിചാരിച്ചിരുന്നില്ല നല്ലതാണ്. എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു ഫീൽഡ് ഒന്നും അല്ല. ഞാൻ മൈക്രോ ഫൈനാൻസിലായിരുന്നു കുറേ കാലം. അപ്പോൾ 4 കൊല്ലം വർക്ക് ചെയ്ത് അവിടെ തിയേറ്റർ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് 1 കൊല്ലം വെറുതെ എനിക്ക് തിയേറ്റർ ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ട് തിയേറ്റർ മാത്രം ചെയ്ത് 1 കൊല്ലം നമുക്ക് നോക്കാം ഒരു എങ്ങനെയുണ്ട്, അത്രയും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഫുൾ ടൈം അത് ചെയ്താൽ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ആ 1 കൊല്ലം കഴിഞ്ഞുണ്ടായിരിക്കുന്ന ബോണസസ് ആണ് ഇതൊക്കെ. അപ്പോൾ തിരിച്ച് ജോലിക്ക് പോയിട്ടില്ല. അത് ഇത്രയും ഹാപ്പിനെസ് തരുന്ന ഒരു ഫീൽഡാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ചെയ്തു തുടങ്ങിയപ്പോഴും ഇങ്ങനത്തെ ഒരു സ്പേസിൽ ചെയ്യാൻ പറ്റുമെന്നോ പ്രോമിനൻറ്റ് സ്പേസസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐ ഫീൽ ലൈക്ക് ആ സമയത്ത് ആ സിനിമ ചെയ്ത് തുടങ്ങിയിട്ട് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് മേ ബി ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും ഞാൻ ഹാപ്പി ആയിരുന്നു. ബട്ട് ദ ഫാക്ട് ദറ്റ് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ഇറ്റ്സ് ഓൾ ബോണസ്. അപ്പോൾ എനിക്ക് ഒരു പാർട്ടിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എവ്രി ന്യൂ പ്രോജക്റ്റ് ഐ ഗെറ്റ് ടു ഡു. ആൻഡ് അതിൻ്റെ ഒരു റിയാലിറ്റി ഓഫ് ഇതെപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം എന്നുള്ളൊരു റിയാലിറ്റിയും ആക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു റിയാലിറ്റി എംബ്രേസ് ചെയ്യാൻ പറ്റുന്നൊരു ഏജിലും ജേർണിയിലുമാണ് ഞാൻ. സോ എവറിത്തിങ് ഐ എം എൻജോയിങ് വിത്ത് ഫുൾ ഹാർട്ട്. ഈ മൂവി എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ കണക്ട് ആയിട്ട് വരുന്ന ഈ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, അതായത് നാളെ സിനിമ ഉണ്ടോ അല്ലെങ്കിൽ നാളെ ക്യാരക്ടർ കിട്ടുമോ. അപ്പം ഇത് ഒരു പ്രഷറാണോ അതോ നിങ്ങൾക്കൊരു പ്ലഷറാണോ? ഹൗ ഡു യു മാനേജ് ദിസ്? ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഈസ് ഓൾവേസ് ദെയർ ഇൻ ടേംസ് ഓഫ് ഇതിപ്പോൾ ഒരു നമ്മുടെ ഒരു സസ്റ്റൈനബിലിറ്റീൻ്റെ ഭാഗമാണല്ലോ. ഇതിപ്പോൾ ഒരു സിനിമ വന്നാലേ എനിക്ക് ബിൽസ് അടയ്ക്കാനുള്ള കാശുണ്ടാവുള്ളൂ, എന്നാൽ എനിക്ക് നല്ല സിനിമകൾ മാത്രം ചെയ്താൽ മതി, അങ്ങനത്തെ ഇറ്റ്സ് ലൈക്ക് മെനി തിങ്സ്, മെനി വേരിയബിൾസ്. അപ്പോൾ എനിക്ക് ഓണസ്റ്റ്ലി മേ ബി ബിക്കോസ് ഞാൻ വേറൊരു സ്പേസിൽ നിന്ന് വന്നുകൊണ്ടും ആ ഒരു സ്പേസിലേക്ക് ചിലപ്പോൾ എനിക്ക് തിരിച്ച് എൻ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു ജോലി പിന്നെയും ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറെ പല കാര്യങ്ങളിലും ആക്റ്റീവാണ്, വെദർ ഇറ്റ്സ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ഓർ ഇൻ വാട്ട് എവർ സ്മോൾ ഫോംസ്. വേറെ പല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. സിനിമ അതിലത്തെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ഇത് നിന്നു ഞാൻ ഐ വിൽ ഫൈൻഡ് മൈ വേസ് ഓഫ് ജോയ് ഈവൻ ഔട്ട്സൈഡ് ഓഫ് സിനിമ. ബട്ട് this gives me the most joy, so I'd like to do more of it for how much ever time I can. If there is a reality adalla ende future il ezhudirikunna I'm okay with that also.
അപ്പോൾ എനിക്ക് അതൊരു പ്രഷർ ആയിട്ടില്ല. ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് ഇറ്റ് കംസ്. എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടില്ല, എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ എനിക്കിത് തന്നെ ചെയ്ത് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പൊ മൊത്തം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജോലിയൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കാരണവശാൽ ഇത് ഇല്ലാണ്ടായി പോയാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ജീവിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇതുവരെ. ഓരോ കൊല്ലം കഴിഞ്ഞു പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും ഇതിനോടുള്ള ഇഷ്ടം കൂടി കൂടി വരിക. അപ്പോൾ അയ്യോ ഇതില്ലാതെ വന്നാൽ എങ്ങനെ എന്നുള്ളതിന്റെ ഒരു ആദ്യം ഈ പറഞ്ഞ ടെൻഷൻ അത് കൂടുന്നുണ്ട്. എങ്കിലും ഐ എം ഷുവർ ദാറ്റ് I'll find my way to do something interesting. പിന്നെ സിനിമ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് ഐ മീൻ ഐ എം സ്പീക്കിംഗ് ഫോർ ഹിം ഓൾസോ വെൻ ഐ സേ ദാറ്റ് ഇത്രയും സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ആക്ടിങ് അല്ലാതെ വേറെ രീതിയിൽ സിനിമ ഇൻവോൾവ്ഡ് ആയിട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് പോസിബിൾ. എപ്പോഴും സിനിമയായിട്ടൊരു ബന്ധം ഉണ്ടാവാം. ഇറ്റ് നീഡ്ന്റ് ഓൾവേസ് ബി ആസ് എൻ ആക്ടർ എന്നും എനിക്ക് തോന്നുന്നു. സോ സൂൺ ഒരു മേ ബി ഒരു റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ? ഇല്ല, അങ്ങനെയല്ല, പണിയെടുക്കാമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നും ഞാൻ എഴുതാനും ഡയറക്ട് ചെയ്യാനൊന്നും റെഡിയല്ല. അല്ല, എന്ത് വേണമെങ്കിലും ചെയ്യാലോ. നമുക്ക് സിനിമയിൽ എന്തൊക്കെ പണിയുണ്ട്. സിനിമയ്ക്ക് ഇത്ര പേരാണ് വർക്ക് ചെയ്യുന്നത് ഒരു സിനിമ നടത്താൻ. ആ പണിയെടുക്കാൻ ഫോർ ദ സേക്ക് ഓഫ് സിനിമ ഐ എം വെരി ഹാപ്പി ടു. അപ്പോൾ ഐ ഡു ഫീൽ ലൈക്ക് നമുക്ക് വി ഹാവ് സ്കിൽസ് ദാറ്റ് ആർ എംപ്ലോയബിൾ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ ആക്ച്വലി എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പറയും, ഞാൻ ഇപ്പൊ അഭിനയം അല്ലെങ്കിൽ തിയേറ്റർ എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞാലും ഞാൻ നെക്സ്റ്റ് എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റി ആക്ച്വലി ഡ്രൈവിംഗ് ആണ്. സോ ഐ ഹവ് ഓൾവേസ് ടോൾഡ് ഓൾ ദീസ് ഗൈസ് ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ മറ്റേ ഡ്രൈവറായിട്ട് എവിടെയെങ്കിലും ഞാൻ കയറും. അതായിരിക്കും നെക്സ്റ്റ് പ്ലഷറബിൾ പരിപാടി എനിക്ക്. ഞാൻ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ ചെയ്യാൻ. there are a lot of opportunities out there. ഞാനിങ്ങനെ സീനിയർ ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ പ്രൊഡക്ഷൻ ഫുഡ്, ആ ഫുഡിനോടുള്ള ഇതെല്ലാം ആ ഒരു ടീമിന്റെ കൂടെ ഇരുന്നൊരു പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതില് ലൂപ്പിനായി പോകും എന്നുള്ളത്. സോ ഏറ്റവും പുതിയ വിശേഷം പാരഡൈസ്. പറയൂ, സിനിമ എന്താണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സ്? സിനിമ ബേസിക്കലി കേശവ്, അമൃത ഈ രണ്ടാൾക്കാർ ഒരു ചീപ്പ് ഹോളിഡേക്ക് വേണ്ടി ശ്രീലങ്കയിൽ പോവാണ്. അവരുടെ ഒരു സന്തോഷം ആഘോഷിക്കാൻ. അവരുടെ 5th ആനിവേഴ്സറി ആണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇത് ഇരട്ടി മധുരമാക്കുന്ന രീതിയിൽ കേശവന് വേറൊരു ഗുഡ് ന്യൂസും കിട്ടും. പുള്ളി ഭയങ്കര മറ്റേ ജോലിയിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്കാണ് പുള്ളിയുടെ ജീവിതം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവരവിടെ ശരിക്കും രാജാവും റാണിയും ആവാൻ പോകുന്നതാണ്. കാരണം ഇന്ത്യൻ കറൻസിക്ക് വാല്യൂ കൂടുതലാണല്ലോ അവിടെ എത്തിക്കഴിഞ്ഞാൽ. അവിടെ എത്തിയ മൊമെന്റ് നമ്മൾ റിച്ചാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പോകുന്നത്. അതായത് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ, അവരുടെ എക്കണോമിക് ക്രൈസിസിനെയൊക്കെ ചൂഷണം ചെയ്ത് സെൽഫിഷ് ആയിട്ട് ലെറ്റ്സ് ഗോ ഹാവ് എ ഗുഡ് ടൈം ആൻഡ് കം ബാക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് പോകുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞുണ്ടാവുന്ന ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ്, അത് ട്രെയിലറിലൊക്കെ വന്ന് പോയിട്ടുണ്ട്, റോബറി ദാറ്റ് ഹാപ്പൻസ്. അത് കഴിയുമ്പോൾ ഇവർ നേരെ ഈ അവിടെ നടക്കുന്ന ക്രൈസിസിന്റെ നേരെ നടുക്കേക്ക് അവര് ഈ ഇൻസിഡന്റ് വലിച്ചുകൊണ്ട് പോവാം. Then that crisis becomes a crisis between them, and how that changes them, how that changes their relationship. അല്ലെങ്കിൽ ഇവരുടെ അങ്ങ് ഏറ്റവും ഉള്ളിലുണ്ടായിരുന്ന ട്രേറ്റ്സ് ഒക്കെ എങ്ങനെ പുറത്തേക്ക് വരുന്നു, അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ്, അതൊക്കെയാണ് ബേസിക്കലി പാരഡൈസ്. ഇറ്റ്സ് വെരി വെരി എക്സൈറ്റിംഗ് ഫിലിം ഫോർ എനിബഡി ഹു ഹാസ് എവർ ബിൻ ഇൻ എ റിലേഷൻഷിപ്പ്. അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം, ഒരു പാർട്ട്ണർഷിപ്പ് ആവാം, എന്തോ ആവാം, അത് ഇന്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, അതിലുള്ള ഇമോഷൻസ് ആണ് ബേസിക്കലി പടം. എൻ്റെ അമൃത എന്ന് പറയുന്ന ഷീസ് ഒരു നോവൽ എഴുതണം എന്നൊരു ആഗ്രഹമുണ്ട്. വ്ളോഗൊക്കെ എഴുതി ഇങ്ങനെ പോകുന്നൊരു എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ സംസാരിക്കുന്നത് വളരെ കുറച്ചാണ്. സോ യു ഹിയറിങ് ഹർ സ്പീക്ക് വെരി ലിറ്റിൽ ഇൻ ദ ഫിലിം. പക്ഷേ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇൻറ്റേർണലി ഫോർ ഹർ. ഷീസ് റിയാക്ടിങ് ടു many things happening in the film, multiple events, but it's all mostly in silence. അപ്പോൾ ആ സൈലൻസിൽ നിന്ന് ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള ഒരു പേടിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു മൈ ഫസ്റ്റ് ഹുക്ക് ഫോർ ദ ഫിലിം. ഐ തിങ്ക് ദാറ്റ് ഫെൽറ്റ് ലൈക്ക് എ വെരി നൈസ് ചാലഞ്ച് ഫോർ എൻ ആക്ടർ. അപ്പം അങ്ങനെ കയറിയിട്ട് എനിക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസന്ന സാർ എന്നെ അതിൽ ആ ഒരു സ്പേസിലേക്ക് എന്നെ വിട്ടു, ലൈക്ക് ടു ഗോ ഓൺ മൈ ജേർണി വിത്ത് ദാറ്റ് ക്യാരക്ടർ. ആൻഡ് അതിൽ ഇപ്പോൾ സിനിമ ഇറങ്ങാത്തതുകൊണ്ട് ഐ കാൺ ബ്രേക്ക് ഡൗൺ മൾട്ടിപ്പിൾ തിങ്സ്. പക്ഷേ അതിലത്തെ മെനി ക്രൂഷ്യൽ പോയിൻറ്റ്സിൽ ഈ സൈലൻസിൽ ഞാൻ എന്താ ആലോചിക്കേണ്ടതെന്ന് അങ്ങനെ ഒരു
എന്താ പറയുക, he didn't break it down to me. He didn't say ഇതാണ് അവിടുത്തെ ആ സൈലൻസിൻ്റെ ഈ റിയാക്ഷൻ, അതല്ല. He let me explore it. He gave me the space to ആ ജേർണി കൂടെ പോവാൻ. എനിക്ക് അമൃതയായിട്ട് ആ ഒരു ഇതിലേക്ക് പോയി ഐ കുഡ് ഫൈൻഡ് തിങ്സ്. ആ ഒരു മൊമെൻറ്റിൽ ഇതാണ് എനിക്ക് തോന്നുന്നതെന്ന് ഫീൽ ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നിരുന്നു. ആൻഡ് അത് പല സ്ഥലത്തും ഇൻക്ലൂഡിങ് ഇപ്പോൾ ആ ഒരു ഇപ്പം ചെറിയ ഡയലോഗുകൾ പറയുന്നതിൽ കുറേ വെയിറ്റ് ഉണ്ട്. ബിക്കോസ് അത് കുറേ സീൻസിൻ്റെ ഒരു വെയിറ്റ് ഒന്നും പറയാതിരുന്ന് ഒരു ഡയലോഗൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ ട്രെയിലർ യു സീ ഹിം സേയിങ് how can you be so happy? And my reaction to that, ഇത് പ്രസന്ന സാർ ഏതോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഏതോ ഒരു ഇതിൽ പറഞ്ഞപ്പോൾ ആണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ് ഹി സെഡ് ദാറ്റ് ആ ഒരു സീക്വൻസ് ഈ അങ്ങനെ ചിരിച്ചുകൊണ്ടൊരു ആ ഒരു റിയാക്ഷനെ അല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അമൃത അവിടെ. ബട്ട് ദ ഫാക്ട് ദാറ്റ് യു ടുക്ക് ഇറ്റ് ദെയർ, I was very excited. But he was like that. He was ready to travel with me, and he gave me this thing of, you know, it's you are a woman. I am writing Amrita with only this much, but you have that much more of, you know, for you to offer to Amrita. അപ്പോൾ അത് ഭയങ്കര എംപവറിങ് ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ബാക്ക് ചെയ്തൊരു ഡയറക്ടർ നമ്മളെ ട്രാവൽ ചെയ്യാൻ വിടുമായിരുന്നു. സോ ഇറ്റ് വാസ് എ സൂപ്പർ എക്സ്പീരിയൻസ് ഫോർ മീ. യെസ്, അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സ്ക്രീനിൽ കാണാൻ. അപ്പം എങ്ങനെയാണ് നിങ്ങളൊരു സിനിമ ചെയ്യാം, ഇത് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എടുക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? മീ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പം ഞാൻ വേറൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ആൻഡ് അത് ഞാൻ ഇത്രയും എൻജോയ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഒരു ബ്രേക്ക് എടുത്ത് അത് എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് ഐ ന്യൂ ദാറ്റ് എനിക്കൊരു അൺഹാപ്പിലി ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ദർ ആർ എക്സ്പെക്റ്റേഷൻസ് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ യു ആർ സപ്പോസ് ടു ഡു ദിസ് എന്ന് പറയുന്ന 5-10 തിങ്സ്. ഞാൻ അതൊന്നും എനിക്ക് തോന്നാതെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് സന്തോഷം ഇല്ലാത്തൊരു പരിപാടിക്ക് ഐ നോട്ട് സൈൻഡ് അപ്പ് ഈവൻ ദോ ദർ ഇസ് എൻ എക്സ്പെക്റ്റേഷൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ എനിക്ക് സിനിമയിലും ചൂസ് ചെയ്യുന്നതിലും ദാറ്റ്സ് ബിൻ മൈ ടോപ്പ് പ്രയോറിറ്റി. എനിക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു പരിപാടി ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കുക. അത് ഐ ഡോണ്ട് വാണ്ട് ടു എനിക്ക് വേണ്ടാന്ന് തോന്നുന്നത് പോയി ചെയ്ത് ജസ്റ്റ് ബിക്കോസ് സമൺ എക്സ്പെക്ട്സ് മീ ഓർ ദ ഇൻഡസ്ട്രി ഈസ് എക്സ്പെക്ടിങ് മീ ടു ഡു ഇറ്റ്. അങ്ങനെ ചെയ്ത് വിഷമിക്കാൻ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ടു പ്രഷ്യസ്. അപ്പോൾ ഞാൻ ഭയങ്കര ചൂസി ആയിട്ട് ഭയങ്കര ഏറ്റവും ഷുവറായിട്ട് പല വേരിയബിൾസ് ഉണ്ട്. ആസ് മച്ച് ആസ് പോസിബിൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഷോർട്ടായിട്ട് ഇതൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്ന, പോസിറ്റീവ് നോട്ട് ഇൻ എ വേ ദാറ്റ് ഈസി ആൻഡ് അങ്ങനെയല്ല, ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് മൈ ലൈഫ് റിച്ചർ ബൈ ഡൂയിങ് ദിസ് ഫിലിം എന്ന് തോന്നുന്ന ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇപ്പം തന്നെ എപ്പോൾ പണിയെടുക്കാം എന്ന് തോന്നുന്ന പടങ്ങൾക്ക് മാത്രമേ ഞാൻ കയറുന്നുള്ളൂ. അതിൽ പല പടങ്ങളും ഇതൊക്കെ ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുന്നു, പക്ഷെ എനിക്ക് ആൾക്കാരുമായിട്ട് ഫുള്ളി ഷുവർ ആവുന്നില്ല, ഞാൻ ചെയ്തിട്ടില്ല. പല പടങ്ങളും ഭയങ്കരമായിട്ട് ഷോർട്ട് ഹിറ്റാണ്, ബട്ട് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഫോർ മീ മെൻ്റലി ഓർ ഏതെങ്കിലും രീതിയിൽ എനിക്കൊരു അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വെരി പേഴ്സണൽ എൻ്റെ റൂൾ ബുക്കുമായിട്ട് പോകുന്നൊരു സെലക്ഷൻ പ്രോസസ്സാണ്. അത് തെറ്റാം, അതിലെനിക്ക് കുഴപ്പമില്ല. അത് ആ സെലക്ഷൻ പ്രോസസ്സ് എന്ന് വരുന്ന തെറ്റുകൾ ഐ എം ഹാപ്പി ടു എംബ്രേസ്. എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന പടങ്ങളൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട്. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതിനും പല റീസൺസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ചിലപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന മറ്റാൾക്കാരാവാം, സ്ക്രിപ്റ്റ് തന്നെ ആവാം, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഉടനെ അങ്ങ് ചെയ്യാൻ ഒരു അവസരം കിട്ടാൻ സാധ്യതയില്ലാത്ത ടൈപ്പ് ഒരു കഥാപാത്രമാവാം, അല്ലെങ്കിൽ ജസ്റ്റ് നേച്ചർ ഓഫ് പ്രോജക്റ്റ്. അത് എനിക്ക് ഒരു മൾട്ടിലിംഗ്വൽ പ്രോജക്റ്റുകൾ, കൊളാബറേറ്റീവ് ക്രോസ് ഇൻഡസ്ട്രി പരിപാടികൾ, അതിലൊക്കെ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മുടെ കഥകളൊക്കെ ഒരു ഭാഷ തന്നെ ആവണമെന്ന്, എല്ലാ കഥകളും ഒരു ഭാഷയിൽ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളൊക്കെ ലൈഫിൽ പല ഭാഷകൾ ജഗിൾ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് റീസൺസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇഫ് ഇനഫ് റീസൺസ് ആർ ദെയർ, അതിനുവേണ്ടി ഞാൻ ചെയ്യും. ചിലപ്പോൾ ഒരൊറ്റ റീസൺ പോലും മതി, എനിക്ക് ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം, അതിനുവേണ്ടി അദ്ദേഹം എന്തിനു വിളിച്ചാലും ഞാൻ പോകുന്നു എന്നുള്ള. അപ്പം അങ്ങനെ ഓരോ പ്രോജക്റ്റും ആക്ച്വലി വേറെ വേറെ റീസൺസിന് വേണ്ടി ചെയ്തിട്ടുള്ള സാധനങ്ങൾ.
സോ എനിക്ക് തോന്നുന്നു ഓരോ സിനിമകളും ഓരോ ലേണിംഗ് എക്സ്പീരിയൻസ് കൂടി ആയിരിക്കണം അല്ലേ? ഡെഫിനറ്റ്ലി അത് എന്തായാലും ആയിരിക്കും. അപ്പോൾ സോ ഈ പാരഡൈസ് കഴിഞ്ഞിട്ട് ഏറ്റവും പഠിച്ചൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പാരഡൈസ് ഒരു ഭയങ്കര കുറച്ചധികം പഠിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ, കുറച്ചധികം പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒന്നാമത് നമ്മൾ വേറൊരു നാട്ടിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, ആൻഡ് ദാറ്റ് ഈസ് ലാൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ത്രൂ എവറിത്തിങ് ദാറ്റ് ശ്രീലങ്ക ഈസ് ഗോയിങ് ത്രൂ. അവിടെ തന്നെ ഉണ്ട് ഒരുപാട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാൻ പഠിക്കാൻ. പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ എനിക്ക് അങ്ങനെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാധനമൊന്നും ആയിരുന്നില്ല. കേശവനിലേക്ക് എത്താൻ അല്ലെങ്കിൽ കേശവനെ ഈ കഥയിലൂടെ കൊണ്ടുപോകാനായിട്ട് എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ചിലതൊക്കെ പ്രസന്ന സാർ സഹായിച്ച് സോൾവ് ചെയ്യാൻ പറ്റി, ചിലതൊക്കെ എനിക്ക് തന്നെ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിന്ന് തന്നെ സോൾവ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റിനപ്പുറത്തേക്ക് സ്ക്രീനിൽ വൾണറബിൾ ആവുക, അല്ലെങ്കിൽ ഇത് ഒരു കഥയിൽ നമ്മുടെ പൊസിഷനിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് ഇത്രയാണ് എന്നുള്ളതിൽ സെക്യൂർ ആവുക, അങ്ങനെ പല പല ലേണിങ്സ് എനിക്കിതിൽ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ സിനിമ ഷൂട്ടും കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞത് ബേസിക്കലി ഞങ്ങൾ കഴിഞ്ഞ 2023 ഫെബ്രുവരിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഈ സമയം വരെയും പാരഡൈസ് എന്നുള്ള ലേണിങ്സ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ IFFK മാത്രമേ ഞാൻ സിനിമ കണ്ടത്, മറ്റ് ഫെസ്റ്റിവലുകളിലൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ബുസാനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് കുറേ നാളായിട്ട് നടക്കുന്ന ഒരു സാധനം. ഞാൻ ഫെബ്രുവരി ഷൂട്ട് ചെയ്തു, പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ IFFK പടം കണ്ടു, ഇപ്പോൾ ഇത് കുറേ മാസങ്ങൾക്ക് ശേഷം റിലീസാവാൻ പോകുന്നു. ആൻഡ് ദ ലേണിംഗ് ഈസ് കണ്ടിന്യൂയിങ്. ആൻഡ് ഇതൊക്കെ അല്ലാതെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഓരോ ലൈക്ക് പ്രസന്ന സാർ ആയാലും രാജീവേട്ടനായാലും എല്ലാവരും ദേ ആർ ഓൾ എക്സ്ട്രീംലി നോളജബിൾ വൈസ് എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. അപ്പോൾ അതിങ്ങനെ പഠിക്കുക എന്നല്ലാണ്ട് ഈവൻ വെൻ യു ജസ്റ്റ് ഹാവ് എ ലൈക്ക് റാൻഡം ചാറ്റ് വെറുതെ ഇരിക്കുമ്പോൾ പോലും ഐ നോ ദോസ് കോൺവെർസേഷൻസ് ആർ മേക്കിംഗ് മൈ ലൈഫ് റിച്ചർ. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്നാണേലും. അപ്പം നിങ്ങളൊരു തിയേറ്റർ ഒരു ബാക്ക്ഗ്രൗണ്ട് രണ്ടുപേർക്കുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് സിനിമയിൽ വർക്ക് ചെയ്യുമ്പം ഓക്കെ ഇതിൽ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ സിനിമയിൽ എളുപ്പമാകില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകില്ലായിരുന്നു എന്ന് പറയാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? എനിക്ക് അറിയാവുന്നതെല്ലാം തിയേറ്ററിൽ നിന്ന് തന്നെ പഠിച്ചതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്ത് എളുപ്പത്തിലെ ഡയലോഗ്സ് പഠിച്ചെടുക്കുന്നേ, ചിലപ്പോൾ നാടകം ചെയ്തുകൊണ്ടിരുന്നോണ്ടായിരിക്കും അല്ലേ, അതെനിക്ക് അറിയില്ല അതുകൊണ്ടാണോ എന്ന് എനിക്ക്. പക്ഷേ എനിക്ക് അങ്ങനെ ഡയലോഗ്സിൽ ഭയങ്കര ബുദ്ധിമുട്ട്, അറിയാവുന്ന ഭാഷയാണെങ്കിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ അത് വളരെ ചെറിയൊരു ഭയങ്കര സില്ലി ആയിട്ടുള്ളൊരു സാധനം മാത്രമേ എനിക്കിത് ചെയ്തു തുടങ്ങിയ സമയം മുതൽ തോന്നിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ ആക്ടിങ് എക്സ്പ്ലോറേഷൻ അല്ലെ ആക്ടിങ് എന്താണെന്ന് മനസ്സിലാക്കൽ തന്നെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസസ് എല്ലാം നാടകത്തിലായിരുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നാടകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്, അതല്ലാതെ വേറെ എവിടെ നിന്ന് കിട്ടാൻ. സെയിം എനിക്കും ആക്ടിങ് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് തിയേറ്ററിലാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന ലേണിംഗ് ആണ് എല്ലാം. അത് കഴിഞ്ഞിട്ടുള്ള മീ ആസ് എൻ ആക്ടർ വെദർ ഇറ്റ്സ് തിയേറ്റർ സിനിമ ഓർ ഇപ്പോൾ കുട്ടികളോടൊരു കഥ പറയുമ്പോഴും യൂസ് ചെയ്യുന്ന എന്നിലെ ആക്ടറിന് ഞാൻ അവിടെ നിന്ന് പഠിച്ചതാണ് എല്ലാം. അതല്ലാതെ ഐ ഫീൽ തിയേറ്റർ കൊണ്ടുണ്ടായത് എനിക്ക് ഭയങ്കര ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു മുമ്പ്, പക്ഷേ ലൈക്ക് തിയേറ്റർ മേക്സ് യു ഇപ്പോൾ ഇപ്പോൾ ജെൻഡർ ആയാലും ഏജ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബ്രേക്ക് ചെയ്യും. യു ബിക്കം ബോഡീസ് ദാറ്റ് ആർ ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുവേർഡ്സ് വൺ ഔട്ട്കം എന്നുള്ളൊരു ഇതിലേക്ക് എത്തും. അതിൽ ഈ ഇൻഹിബിഷൻസ് ഇൻ ടേംസ് ഓഫ് ഇപ്പോൾ in your body, your voice, these are all tools എന്നുള്ളത് ഐ ഫീൽ ലൈക്ക് ഇഫ് തിയേറ്റർ അല്ലാത്തൊരു റൂട്ടിൽ നിന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ ബോഡി മൈറ്റ് ഹാവ് ബിൻ ഡിഫറെൻറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് വുഡ് ഹാവ് ബിൻ ലൈക്ക്, ബട്ട് ഐ ഫീൽ ലൈക്ക് തിയേറ്ററിൽ നിന്ന് വന്നുകൊണ്ട് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ഇൻ മൈ ബോഡി ആൻഡ് വാട്ട് ഐ ഹാവ് ടു ഓഫർ കംസ് ഫ്രം. പിന്നെ വലിയ ക്യാരക്ടർ ചെറിയ ക്യാരക്ടർ എന്നുള്ള വ്യത്യാസമൊന്നും അത്രയും സ്റ്റാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഹീറോ വില്ലൻ അങ്ങനത്തെ നാടകത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഒരു നാടകം ചെയ്യുന്നത്. അതിലൊരാളില്ലെങ്കിൽ ആ നാടകം നടക്കില്ല. എന്ന് വെച്ചാൽ ഒരു ഒറ്റ സീനിന് ഒരൊറ്റ ഡയലോഗിന് വേണ്ടി സ്റ്റേജിൽ വരുന്ന ഒരാളാണെങ്കിൽ പോലും ആ ഷോന്റെ സമയത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരാൾക്ക് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും അത്രയും തന്നെ വാല്യൂ ഉണ്ട്. ആൻഡ് ഇപ്പൊ 100 ദിവസം നമ്മൾ റിഹേഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ 2 ലൈൻ പറയാൻ വേണ്ടി നമ്മൾ 100 ദിവസം റിഹേഴ്സ് ചെയ്യും. അപ്പോൾ
അത് ആ ഒരു റിഗർ വെച്ചിട്ടാണ് അവിടെ നമ്മൾ അപ്പോൾ എനിക്കും ഫ്രം ദ ബിഗിനിങ് അതുകൊണ്ട് തന്നെ ഈ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും വെൻ പീപ്പിൾ വർ ആസ്കിങ് മീ നോട്ട് ടു ഡു ഇറ്റ് എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. ആ 2 ലൈൻ പറയുന്ന ആക്ടർ ആയിരിക്കും ബാക്ക് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. അതെ അതെ, എത്ര പണിയായിരിക്കും സമയമുള്ളത് അവർക്കായിരിക്കും. അപ്പോൾ അവരൊരാളില്ലാതായി പോയി കഴിഞ്ഞാൽ ഷോ നടക്കില്ല. ശരിക്കും അത് പറയുമ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ശരിയാണല്ലോ ആ 2 ലൈനെങ്കിൽ അത് പറയാൻ അയാളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വെരി ട്രൂ. ഓരോ ആക്ടേഴ്സിനും ഓരോ രീതികളുണ്ടല്ലോ പ്രിപ്പറേഷൻ. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടു, ഓക്കെ നിങ്ങളുടെ ക്യാരക്ടർ ഇതാന്ന് പറയുന്നു. അപ്പം റോഷന്റെയും ദർശന്റെയും എങ്ങനെയാണ്, ഹൗ ഡു യു പ്രിപ്പയർ ഫോർ എ ക്യാരക്ടർ? എനിക്കങ്ങനെ ഒരു സെറ്റ് പാറ്റേൺ ഇല്ല, എല്ലാത്തിലേക്കും അപ്ലൈ ചെയ്യുന്നൊന്നുമില്ല. ഓരോ പടത്തിനും ഓരോരു ട്രയൽ ആൻഡ് എറർ പോലെയാണ്. ഇതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റിന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര വർക്കായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഞാൻ സേവ് ചെയ്ത് വെക്കും, അത് വീണ്ടും ട്രൈ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നിങ്ങനെ ജസ്റ്റ് റാൻഡമായിട്ട് ട്രൈ ചെയ്യാം. റാൻഡം എന്ന് വെച്ചാൽ നമുക്ക് തോന്നും ഓക്കെ ഈ ക്യാരക്ടറിന് എനിക്കിതൊന്ന് ചെയ്തു നോക്കാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൽ ഉള്ള ഈ 7 എലമെന്റ്സിൽ എനിക്ക് തീരെ പരിചയമില്ലാത്തത് ഈ 2 പിന്നെ വലിയ കാര്യമായിട്ട് അറിയാത്ത ഈ 3 അപ്പോൾ ആ ബാക്കിയുള്ളത് മാറ്റി വെച്ചിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വർക്ക് നടക്കുന്നത്. ചിലതിന് ഒരു ഡയറക്ടർ ഓറിയന്റഡ് പ്രിപ്പറേഷൻ മാത്രമായിരിക്കും, ഡയറക്ടർ പറയുന്നതാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. ചിലതിന് ഡയറക്ടർ പറയുന്നത് ഒന്നും ചെയ്യണം, സ്ക്രിപ്റ്റ് പോലും വായിക്കണം, സെറ്റിലേക്ക് വന്നാൽ മതി, നമുക്ക് എല്ലാം അവിടെ വെച്ച് നോക്കാം. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ അങ്ങനെ ഒന്നും ചെയ്യാതെ സെറ്റിലേക്ക് പോകുന്നതിൽ ഓക്കെ ആവുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ. അങ്ങനെയും പറഞ്ഞിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പോയൊരു സെറ്റ് അങ്ങനെ ഞാൻ അനുരാഗ് സാറിനോട് ചോക്ട് എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോൾ ഞാൻ പുള്ളിയുടെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ ഒരു ദിവസം ഫസ്റ്റ് 2-ാമത്തെ 3-ാമത്തെ ദിവസം മറ്റോ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളി തിരിച്ചു വന്ന് കുറച്ച് ലേറ്റ് ആയിട്ട്, അപ്പോൾ ഞാനിരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക. പുള്ളി വന്നിട്ട് എല്ലാ ദിവസവും വായിക്കുമോ സ്ക്രിപ്റ്റ്? ഞാൻ എല്ലാ ദിവസവും നല്ല, ഇപ്പം നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ, എന്നാൽ വായിക്കണ്ട. ഞാൻ ഇങ്ങനെ അതെന്താ അല്ല അത് വേണ്ട, അതിൽ സ്റ്റക്ക് ആവണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഡയറക്ടർക്ക് വേണ്ടത് അതാണ്, ഞാൻ അതിൽ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഞാൻ അതിൻ്റെ കഥ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മളത് അടച്ചു വെക്കുക. പക്ഷെ എൻ്റെ ശീലം ഇതായിരുന്നല്ലോ, ഞാൻ അതിൽ ഓക്കെ ആവണം എൻ്റെ സ്ക്രിപ്റ്റിന്. പക്ഷെ ഞാൻ സ്ക്രിപ്റ്റ് നോക്കാതെ ഞാൻ ഷൂട്ടിന് പോവുക. പിന്നെ സ്ക്രിപ്റ്റ് എത്ര നോക്കിയിട്ട് പോയാലും ചെന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത സീനൊന്നും ആയിരിക്കില്ല പുള്ളി ചെയ്യുന്നത്. പുള്ളിക്ക് അതൊന്നും അല്ല, പുള്ളി അതെല്ലാം അവിടെ ചെന്നിട്ട് മാറ്റും. അപ്പോൾ ഒരു കണക്കിന് ആ ഭാരം ഇല്ലാതെ പോകുന്നത് തന്നെയാണ് ആ സെറ്റിൽ നല്ലത്. ഈവൻ ഞങ്ങൾ ഇതിനിപ്പോ എൻ്റെ ഇതിലും സ്ക്രിപ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ ഫെമിലിയർ ആവുക, ബാക്കി ആസ് എ പേഴ്സൺ നമ്മളിപ്പോൾ ഒരു ഫിസിക്കലി മെൻ്റലി ഒക്കെ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ വാട്ട് എവർ ദാറ്റ് ഈസ്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രസൻ്റ് ആയിട്ട് ആ മൊമെൻറ്റിൽ ഏറ്റവും പ്രസൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഏറ്റവും നല്ല പെർഫോമൻസ് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ മൊമെൻറ്റ് ഇത്രയും ബഹളത്തിൻ്റെ ഉള്ളിൽ ആ മൊമെൻറ്റ് പ്രസൻറ്റ് ആവുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. നമ്മൾ യു പ്രോബ്ലി ഹാഡ് ദ വേർസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ്, ബട്ട് ഇൻ ദ ഫിലിം യു ആർ ഗോയിങ് ടു ബി ദ ഹാപ്പിയസ്റ്റ്, ഇറ്റ്സ് യുവർ ബെസ്റ്റ് ഡേ, ബട്ട് യു ഹാവ് ടു ബി ട്രൂ ടു ദാറ്റ്. ആ സമയത്തേക്ക് നമ്മൾ ആ പ്രസൻറ്റ് ആവാൻ വേണ്ടിയിട്ട് ഐ ഫീൽ ലൈക്ക് ആസ് എ പ്രാക്ടീസ്, ജസ്റ്റ് പ്രാക്ടീസിങ് സം ഫോം ഓഫ് മൈൻഡ്ഫുൾനെസ് ഓർ ഓൾ ഓഫ് ദിസ് ഹാസ് റിയലി ഹെൽപ്ഡ്. Physically being able and fit in a way that ആ ക്യാരക്ടറിനെ ഡിമാൻഡ് ചെയ്യുന്ന എന്തും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ ജയഹേൽ അത് ചെയ്യാനുള്ള ഐ വാസൻറ്റ് എക്വിപ്ഡ്, ബട്ട് അത് വർക്ക് ചെയ്യാൻ ഇഫ് ഐ വാസ് ഇങ്ങനെ ആസ് എൻ ആക്ടർ കുറേയും കൂടി വർക്കൗട്ട് ചെയ്ത് ഫിറ്റായി ഇരുന്നിരുന്ന ആക്ടറാണെങ്കിൽ മേ ബി ഐ വുഡ് ഹവ് ഡൺ ദാറ്റ് ബെറ്റർ. പക്ഷെ അങ്ങനത്തെ അപ്പോൾ ഐ ഫീൽ ലൈക്ക് ദോസ് ആർ ദ ജനറൽ പ്രിപ്പറേഷൻസ് ഐ കീപ്പ് ഇൻ മൈൻഡ്. പക്ഷെ ഓൺ സെറ്റ് കുറേയും കൂടി സ്ക്രിപ്റ്റ് ഫെമിലിയർ ആവുക, ഇതിന് മുമ്പ് എന്താ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ അവയർനെസ് കുറച്ച് വെക്കുക. ആൻഡ് ഐ ഗോ കുറേ അവിടെ നിന്ന് കിട്ടുന്ന ഒരു കോ ആക്ടറിന്ന് കുറേ ഫോക്കസ്, ഞാൻ കുറേ മറ്റേ ഭയങ്കരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് തോട്ട് വരുമ്പോൾ ഞാൻ ട്രൈ ആൻഡ് കട്ട് ഇറ്റ്. സംടൈംസ് ഐ ടെൽ ഹിം ഓൾസോ ഡോണ്ട് തിങ്ക് അബൌട്ട് യുവർ പെർഫോമൻസ്. ഇടയ്ക്ക് ഞാൻ എൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ നമ്മൾ അതിൽ ലൂപ്പിൽ സ്റ്റക്കായിരിക്കുമ്പോൾ I try really hard to listen to my co-actor and focus on what they are doing and your thing will happen എന്നുള്ളൊരു ഇതിലാണ്. ഈവൻ ഞങ്ങൾ സ്ക്രിപ്റ്റ് ഈ പടത്തിൽ ഇങ്ങനെ കുറേ ട്രാവൽ ഉണ്ട്. അപ്പോൾ ചില ദിവസം ഇതിന് മുമ്പ് ഇതെടുത്തു, അങ്ങനത്തെ കുറച്ച് ഇവൻറ്റ്സ് നടക്കുന്നത് കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡേ 1 ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഈ കപ്പിളിന്. അങ്ങനത്തെ ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജീവേട്ടൻ റൂമിലേക്ക് വന്നിട്ട് കളിയാകും,
പഠിച്ചുകൊണ്ടിരിക്കുകയാണോ പഠിക്കുകയാണ് എന്താ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് അപ്പോൾ പോവും. അപ്പോൾ അങ്ങനത്തെ ലൈക്ക് ദർ ആർ ഡിഫറെൻറ്റ് വേസ് ആൻഡ് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ഡൂയിങ് ഇറ്റ്. എനിക്ക് ഇതാണ് വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഒരിക്കലും ഡയലോഗിന് തപ്പാൻ ഒരു ഇത് വരരുത്. അല്ലെങ്കിൽ എസ്പെഷ്യലി ഇപ്പോൾ ഒരു സ്കില്ല് പഠിക്കണം വെച്ചാൽ അത് ആസ് കോൺഫിഡൻ്റ്ലി, അപ്പോൾ നമ്മൾ ആ സ്കില്ല് മാസ്റ്റർ ആവുകയല്ല, പക്ഷേ സ്കില്ല് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഞാനൊരു പടത്തിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് റിയലി, ഞാനിപ്പോൾ പഠിച്ചോളൂ ഡ്രൈവിങ് അഗൈൻ ഫോർ എ ഫിലിം. I'm not a great driver, but I should look like, if I'm a good driver in the film, I better look like a good driver. ഒരാളുടെ ചവിട്ടി, if I'm going to make him fly, I better look like I can do that. അപ്പോൾ ഈ സ്കിൽസൊക്കെ പിടിക്കുക, അങ്ങനത്തെ പ്രെപ്പൊക്കെ ഞാൻ എപ്പോഴും ആസ് ഏർലി ആസ് പോസിബിൾ തുടങ്ങും, സോ ദാറ്റ് നമുക്ക് കംഫർട്ടബിൾ ആവും. അപ്പോൾ അതിൻ്റെ ഒരു തോട്ടിൽ സ്റ്റക്ക് ആവാതിരിക്കുക എന്നുള്ളതിനാണ്. ഞാൻ ആവേശം ഇറങ്ങിയ ശേഷം അമ്മേനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അമ്മ പറഞ്ഞൊരു സിനിമയാണ് ജയ് ഹേ. അമ്മ പറഞ്ഞു, പാവം എൻ്റെ കുട്ടി എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് അവള് വന്ന് ടയേർഡായിട്ട് ഇങ്ങനെ കട്ടിലിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് പാവം തോന്നിയിരുന്നു, എനിക്ക് അവൾ ആ ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ അമ്മ പറഞ്ഞൊരു സാധനമുണ്ട്, ഇപ്പൊ അമ്മേനെ കാണുമ്പോഴും അല്ലെങ്കിൽ ദർശനടുത്ത് എല്ലാവരും ചോദിക്കേണ്ടാവും ചിലപ്പം ഹാപ്പി അല്ലേ എന്നുള്ളതായിരിക്കും. അത് എനിക്ക് ലോകമെമ്പാടുള്ള മലയാളികൾ ഒരിടയ്ക്ക് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്ന് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞിരുന്നു, ദർശനം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയാം, അമ്മ അധികം വേണ്ട, കുറയ്ക്കാൻ പറയും. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, ദർശനം നമ്മൾ ഒരിക്കലും ഭയങ്കര ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സാഡ് ആയിട്ടോ ഇപ്പൊ ഒരു സിനിമ വർക്ക് ചെയ്തില്ല, അപ്പൊ ഇറ്റ്സ് ഓക്കെ. സിനിമ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഒരു ബാലൻസിൽ ജീവിക്കാന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ലൈഫിനെ അപ്രോച്ച് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ എങ്ങനെയാണ് ആ ബാലൻസ് കണ്ടെത്തുന്നത്? ഐ തിങ്ക് ഐ ട്രൈ റിയലി ഹാർഡ് ടു കീപ് ദാറ്റ് ബാലൻസ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഒരു നോർമൽ, ഐ ഫീൽ ലൈക്ക് എവർ സിൻസ് ഐ സ്റ്റാർട്ടഡ് ലിവിങ് ആസ് എൻ ആർട്ടിസ്റ്റ്, നമ്മുടെ ഹൈസ് ആൻഡ് ലോസ് ആർ അത്രയും ഹയർ ആൻഡ് അത്രയും ലോവർ. നോർമലി ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു ഫീൽഡിനെക്കാട്ടിലും ഭയങ്കരമായ വിഷമങ്ങളും ഭയങ്കരമായ സന്തോഷങ്ങളുമാണ്. ഇറ്റ്സ് ലാർജ്. അപ്പോൾ ഇതിൽ രണ്ടിലും സ്റ്റക്കാവാതെ ഇരിക്കുക ഫോർ ടു ലോങ്. ഇത് ഈ രണ്ട് ഇമോഷൻസും വരും, അതിലേക്ക് കയറി പോയി ഒന്ന് കറങ്ങി വന്ന് ബാക്ക് ടു സെൻറ്റർ പിടിക്കുക എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ്. അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല. അമ്മയ്ക്ക് സന്തോഷം വന്നാൽ അമ്മ സന്തോഷം വന്ന് പൊളിക്കും. അപ്പോൾ ഇപ്പം അമ്മേനെ ഞങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇറ്റ്സ് ഓക്കെ, ഐ മീൻസ് ബട്ട് ലൈക്ക് ഞാൻ വരുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് സ്പേസിൽ നിന്നാണ്. ഐ മീൻ ഐ യു അവെയർ ഓഫ് വാട്ട്സ് കമ്മിങ്. ഇത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഈ ഇൻഡസ്ട്രിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചും കൂടെ കണ്ടുകൊണ്ട് ഐ എം ലൈക്ക്, ഐ ഹോപ്പ് ഷീ നോസ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ഓൾവേസ് ദിസ് ഹാപ്പി, ബട്ട് ഷീ ഡസൻറ്റ് കെയർ. ഷീ ഈസ് ഹാപ്പി. ഷീ ജസ്റ്റ് വാണ്ട്സ് ടു ബി ഹാപ്പി. ഷീ ഈസ് ലൈക്ക്, വാട്ട് ഈസ് ദെയർ, ഇപ്പോൾ ഹാപ്പി അല്ലേ, നമുക്ക് ഹാപ്പി ആവും, പിന്നെ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി അല്ല എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഐ റിയലൈസ്ഡ് ഓക്കെ, ലെറ്റ് ഹർ ഡു ഹർ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പിടിച്ചോളാം. റോഷൻ എങ്ങനെയാണ് ഒരു സിനിമ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പം അതിൽ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു ആളാണോ? ഞാൻ ഈ അങ്ങനെ ഭയങ്കര സെന്റേഡ് ആയിട്ട് നിൽക്കുന്നൊന്നുമല്ല. ഞാൻ ഈ ഹൈസ് ആൻഡ് ലോസിലൊക്കെ പോയി യാത്ര ചെയ്ത് അങ്ങനെ അതിന്റെ കൂടെ തന്നെ പോകും. ഐ എം റൈഡിങ് ദ വേവ് വെരി മച്ച്. അങ്ങനെ ഭയങ്കര ബാലൻസ് ഒന്നും അല്ല. കുറച്ചൊക്കെ ഒരു റിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ട് മനസ്സിൽ. അപ്പൊ എല്ലാ കോംപ്ലിമെന്റ്സും അങ്ങനെ തന്നെ നേരെ ഒരു ക്ലൗഡിന്റെ പുറത്തേക്ക് കയറ്റി വയ്ക്കാറൊന്നുമില്ല. അതുപോലെ തന്നെ എല്ലാ ക്രിറ്റിസിസവും ഭയങ്കരമായിട്ട് എന്നെ തകർക്കാറുമില്ല. ഇത് എനിക്കുള്ള ബുദ്ധി വെച്ചിട്ട് ഞാൻ എല്ലാത്തിനെയും ഒന്ന് വിലയിരുത്തും. അതനുസരിച്ച് ഐ ഡിസൈഡ് വാട്ട് നീഡ്സ് ടു ഗോ ഇൻ ആൻഡ് വാട്ട് നീഡ്സ് ടു ഗോ ഔട്ട്. ചില സമയത്തൊക്കെ നമ്മുടെ കൺട്രോൾ തെറ്റിപ്പോകും. ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിനേക്കാളും എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ഞാൻ പ്രതീക്ഷ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ പഠിച്ചു വരുന്നു. അത് ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് അല്ലെ തിയേറ്ററിൽ ഒരു പടത്തിന് കിട്ടുന്ന റിയാക്ഷൻ വെച്ച് മാത്രം നമ്മുടെ എൻറ്റയർ എക്സ്പീരിയൻസിനെ ഒരു സിനിമയെ പോലും വേണമെങ്കിൽ ജഡ്ജ് ചെയ്തോ. പക്ഷെ നമുക്കതൊരു ആ വന്ന 2-2.5 മണിക്കൂറിന്റെ ഒരു വീഡിയോ മാത്രമല്ലല്ലോ. വി ഹാഡ് എൻ എൻറ്റയർ ജേർണി വിത്ത് ദാറ്റ് ഫിലിം. ആ ഫുള്ള് ജേർണി, അതിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അതിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, ഈ പറഞ്ഞ ലേണിങ്സ്, അതെല്ലാത്തിനെയും തിയേറ്ററിലെ റെസ്പോൺസ് വെച്ച് മാത്രം ജഡ്ജ് ചെയ്യരുത് എന്ന് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബാലൻസ് ഒക്കെ ഉള്ളൂ എനിക്ക്. അല്ലാതെ ഞാൻ ഇപ്പോൾ ഒരു സിനിമയുടെ കഥ കേൾക്കുന്നു അല്ലെങ്കിൽ ക്യാരക്ടർ ഡിസ്കഷൻ അങ്ങനെയൊക്കെ ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്
ഉണ്ടെങ്കിൽ സിനിമ സ്പേസിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ആരാണ്? ഇവരെല്ലാരും ഞങ്ങൾ ചെയ്ത നാടകത്തിൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ്. ദർശന, രാജേഷ്, മാധവൻ, കനി, ദിവ്യ. കനിയൊക്കെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള ഒരു സാധനം കണ്ടിട്ട് എന്നെ വിളിച്ച് അഭിപ്രായം പറയാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ ഒരിക്കലും വിളിച്ചിട്ട് ഇതൊന്ന് കാണണേ എന്ന് ഞാൻ പറയില്ല. പക്ഷെ കനി എന്തെങ്കിലും സാധനം കണ്ടിട്ട് വിളിച്ച അഭിപ്രായം പറഞ്ഞാൽ എനിക്കത് അത്രയും വാല്യുബിൾ ആണ് ആ ഒപ്പീനിയൻ. അതുപോലെ നമ്മുടെ പിയേഴ്സ് അല്ലാതെ ഇപ്പോൾ രാജീവേട്ടൻ, ഗീതു, മൂത്തോൻ കഴിഞ്ഞ സമയം മുതൽ മെൻറ്റോസ് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലൊക്കെ ആരുടെ അടുത്ത് പോകണം എന്നുള്ള ചോദ്യത്തിന് എപ്പോഴും ചിലപ്പോൾ അവർ രണ്ടുപേരിൽ ഒരാളൊക്കെ ആയിരിക്കും. അതിൻ്റെ ഡയൽ ചെയ്യുന്ന നമ്പർ അവരാരുടെയും ഒരാളുടെയൊക്കെ ആയിരിക്കും. പിന്നെ എല്ലാ സെറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, കുറേ നല്ല ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ആനന്ദത്തിലുണ്ടായിരുന്ന ഗ്യാങ്ങൊക്കെ എപ്പോഴും ഉണ്ട് കൂടെ. നമുക്ക് ഒരു രീതിയിൽ ഫാമിലി പോലെയാണ്. എപ്പോഴും അങ്ങനെ വിളിച്ച് അപ്ഡേറ്റ്സ് എടുത്തുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ നമുക്ക് വേറെ ഓക്വേർഡ്നെസ്സോ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ കാര്യത്തിലേക്ക് എത്താൻ പറ്റും. യു ക്യാൻ കൗണ്ട് ഓൺ ദം. അങ്ങനെ എനിക്കും ഐ തിങ്ക് ഫിഗർ ഔട്ട് ചെയ്ത് വരുന്ന സമയം, അല്ലെങ്കിൽ കുറേ സിനിമകളൊക്കെ വന്ന് തുടങ്ങി യുനോ ഈ സ്പേസ് ഒന്ന് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള സമയത്തിൽ I think the closest was Roshan, who had done a little more, who was ഇപ്പോൾ ഇൻഡസ്ട്രീനെ കുറച്ചും കൂടെ ക്ലോസർ അറിയാം. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വി ഡോണ്ട് ഹാവ് സിനിമ ആൾക്കാരോ അങ്ങനെ ക്ലോസ് പരിചയമൊന്നും ഇല്ലാത്തൊരു വേൾഡിൽ നിന്ന് വരുമ്പോൾ ഫോർ മീ ഇറ്റ് വാസ് റോഷൻ. ഫ്രം ദാറ്റ് വി മേഡ് ദിസ് വെരി നോർമൽ ഫാമിലിയിൽ ഉണ്ടായ ഒരു സപ്പോർട്ട് സിസ്റ്റം. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ ദ ഐഡിയ ഓഫ് വി ആർ നോട്ട് ഡൂയിങ് ദിസ് അലോൺ എന്ന് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. സിനിമ ഈസ് എ വെരി സ്കെയറി സ്പേസ് ഫോർ സമ്മൺ ഹൂസ് നമുക്കൊക്കെ അത് കുറച്ച് നാവിഗേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നോ ഒന്നും യുനോ ഈ റൂൾ ബുക്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ആ റൂൾ ബുക്സ് ഒക്കെ നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതെനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ലല്ലോ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും അത്, യുനോ. സോ ദെർ വർ പീപ്പിൾ ഇൻ ദിസ് ഗ്രൂപ്പ് ഐ ഫൗണ്ട് ദാറ്റ് സോർട്ട് ഓഫ് എ സപ്പോർട്ട് സിസ്റ്റം ദാറ്റ് ടോൾഡ് മീ ടു ഗോ do it your way. And do it your way ചെയ്യുമ്പോൾ ആ അലോൺ ഫീലിംഗ് തോന്നാത്തത് ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ് സെറ്റ് ഓഫ് അങ്ങനെ സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ക്രൗഡ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് അതെ ഹു ആർ ഓൾസോ എക്സ്പീരിയൻസിങ് ദ സെയിം തിങ്സ്. അപ്പോൾ എനിക്ക് ആൻഡ് ഈ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് വെരി ക്ലിയർ ദിസ് ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറയാനുള്ള ഫ്രീഡം ഉണ്ട് ആൻഡ് പറയും ചെയ്യും എന്ന് എനിക്ക് ഭയങ്കര ക്ലിയർലി അറിയാം. റോഷനൻ്റെ ഏതെങ്കിലും ഒരു സീനിൽ ഭയങ്കര ഓഫായിട്ട് തോന്നിയാൽ അത് അങ്ങനെ തന്നെ പറയാൻ ഉള്ള ഒരു പറയും എന്ന് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് അത് ഐ റിയലി വാല്യൂ അങ്ങനത്തെ. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ഇത്രയും കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഓൾമോസ്റ്റ് 1 year വർക്ക്ഷോപ്പ് ചെയ്ത് സീൻസ് എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്താണ് ഞങ്ങൾ ആ പ്ലേ ചെയ്തത്. അപ്പം എല്ലാവരുടെയും പല രൂപങ്ങളും പല ടൈപ്പ് ഓഫ് പെർഫോമൻസസും ഒക്കെ കണ്ടിട്ടുണ്ട്. So that group knows us, we know each other a little closely than കുറച്ച് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് ഇസ് ഓൾവേസ് അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈവൻ ഷർഫു, സുഹാസ്, റൈറ്റേഴ്സ് ഇവരുടെ കൂടെ എനിക്ക് അവർ പറയുന്നത് ഐ നോ ദാറ്റ് ദേ വിൽ പോയിന്റ് ഔട്ട് ഇത് വർക്കായി വെരി ക്ലിയർ കട്ട്. അതിൽ ഇമോഷൻ ബേസ്ഡ് ഒന്നും അല്ല. അത് എനിക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ Krishant ഈയിടയ്ക്ക് again very newly but he the way he looks at cinema I felt like ഇത് ഭയങ്കര മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇത് പൊളിയായിരുന്നു ഇത് പൊളിയല്ലായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ക്രൗഡിനെ ഞാൻ ഭയങ്കര ക്ലോസ്ലി വെക്കും അടുത്ത് തന്നെ. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് എപ്പോഴും. അതില്ലാതെ പോകുമ്പോഴാണ് ഐ തിങ്ക് നമുക്ക് നമ്മുടെ ഒരു സെൻസ് ഓഫ് എന്തോ വേറെ എവിടേക്കൊക്കെ പോകുന്നത്. ഐ ഫീൽ ലൈക്ക് ദീസ് പീപ്പിൾ ഗ്രൗണ്ട് മീ. എനിക്കൊന്ന് ഈ കാലത്ത് അങ്ങനെ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വിരലിലെണ്ണാവുന്നതാണെങ്കിൽ കൂടി ആ ഒരു ഫ്രണ്ട് സർക്കിൾ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അപ്പം നിങ്ങളിപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു കരിയർ ഗ്രോത്ത് നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പം ദർശനയ്ക്ക് റോഷൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരു പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ഫേവറേറ്റ് എന്ന് പറയാൻ ഒരു സിനിമ? എനിക്ക് മൂത്തോനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഐ തിങ്ക് വാസ് തെക്കൻ തളികേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വാട്ട് ഹി ഹാഡ് ഡൺ ഫോർ ദ ഫിലിം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈവൻ എല്ലാ പടങ്ങളിലും റോഷൻ്റെ ലൈക്ക് പെർഫോമൻസ് ഐ ഫീൽ ലൈക്ക് ദർ ഇസ്
ആസ് മച്ച് ഏർണസ്റ്റ്നെസ് എപ്പോഴും അത് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ദ വേ ഹി ലുക്സ് അറ്റ് ഈച്ച് തിങ് ആൻഡ് ഹി ഗോസ് ഇൻ the way the work he puts in from the beginning, from the first day I've known him till today. And you know, it's a pleasure to watch so closely. You know, തെക്കന്തള്ളി കേസിലൊക്കെ ഞാൻ ഫസ്റ്റ് ഒരു പാട്ടൊക്കെ കാണുമ്പോൾ തന്നെ ഐ എം സീയിങ് another person fully as someone I've seen so much in so many different forms. പക്ഷെ അത് കാണുമ്പോൾ തന്നെ I felt really good seeing him like that. I feel that very often with a lot of his films. നീലവെളിച്ചത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഐ തിങ്ക് മൂത്തോൻ ഫോർ മീ വാസ് ദ മോസ്റ്റ് നുവാൻസ്ഡ് പെർഫോമൻസ് ദറ്റ് ഐ ലവ്ഡ് മോസ്റ്റ്. ദർശനയുടെ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഇടയ്ക്ക് കണ്ടിട്ടുള്ള ദർശനയുടെ പെർഫോമൻസസ് എല്ലാം ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഐ തിങ്ക് ജയയാണ് ഏറ്റവും കൂടുതൽ ഞാനും സെലിബ്രേറ്റ് ചെയ്തത്. ബിക്കോസ് അത് ഈ പറഞ്ഞ പോലെ ഇത്ര നാളായിട്ട് അറിയാവുന്ന ഒരാളാണ്, വെരി ക്ലോസ് ഫ്രണ്ട്, ആൻ ആക്ടർ ഐ ഹവ് സീൻ അപ്പോൾ ഫോർ സോ ലോങ്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് വന്ന് പിന്നെ കുറേ നാൾ ഈ പറഞ്ഞ പോലെ കരച്ചിൽ പിഴിച്ചിൽ ട്രോമ ഒക്കെ ചെയ്തു. പിന്നെ പെട്ടെന്നൊരു കൊല്ലം ഒരു ഹൃദയം ചെയ്യുന്ന, ഒരു ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന, ഒരു ജയ ചെയ്യുന്ന. അപ്പോൾ യുനോ എല്ലാം പോസിബിൾ ആണ് നമ്മൾ നമ്മുടെ വർക്ക് വൃത്തിക്ക് ചെയ്താൽ എന്നുള്ള ഒരു രീതിയിൽ എന്നെ ഇൻസ്പയർ ചെയ്തു ആ പടത്തിന്റെ ഔട്ട്കം ആൻഡ് വാട്ട് ഷീ ഡിഡ് ഇൻ ദാറ്റ് ഫിലിം. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് പ്രോബബ്ലി ലൈക്ക് ദ മോസ്റ്റ് സ്പെഷ്യൽ. പാരഡൈസിൽ ദർശനയുടെ വർക്ക് ഭീകരമാണ്. അത് ചിലപ്പോൾ ഇന്റർവ്യൂവിലിരുന്ന് ഞാൻ ഇതിന്റെ പ്രൊമോഷനിലിരുന്ന് ഞാൻ പറയുമ്പോൾ തള്ളായിട്ടൊക്കെ തോന്നുള്ളൂ. പക്ഷെ ഐ വാസ് ബ്ലോൺ അവേ വാച്ചിങ് ഹർ ഇൻ പാരഡൈസ്. ജയഹേൽ പക്ഷെ വേറൊരു രീതിയിലൊരു വിജയം, അത്രയും വലിയൊരു കൊമേഴ്ഷ്യൽ സക്സസ്, ഒരു മാസ് പടമൊക്കെ മറ്റേ ദർശനയാണല്ലോ. അപ്പോൾ വന്നിട്ട് ഇടിയും ബഹളവും. എനിക്ക് ഓർമ്മയുണ്ട് ജയക്ക് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ദിവസം സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചിട്ട് ഷൂട്ടും തുടങ്ങാറൊന്നുമായിട്ടില്ല. ദർശനം വന്നിട്ട് എടാ ഈ ഫൈറ്റ് ഒക്കെ ശരിക്കും എങ്ങനെയാ ഷൂട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ഫൈറ്റ് ഇപ്പൊ എന്താ അതിങ്ങനെ അവര് കൊറിയോഗ്രാഫർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് ഷോട്ട് വെക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടല്ല, അത് ഒറ്റയടിക്ക് പോയി ഇടിച്ച് തർക്കൊന്നും അല്ല. ചിലപ്പോ അങ്ങനെ അല്ല. അപ്പൊ ഈ കെട്ടി വലിക്കുന്ന പരിപാടിയാണ്, അതൊക്കെ എന്തായാലും ഉണ്ടാവും. ഇടി കൊള്ളുമ്പോഴൊക്കെ നമ്മൾ ഈ തെറിച്ചൊക്കെ പോകുന്നത് കെട്ടി വലിച്ചിട്ട്. അപ്പൊ ദർശനം ഇങ്ങനെ അല്ല ഇടി കൊള്ളുന്നില്ല, കൊടുക്കുന്നേ ഉള്ളൂ. അവനൊരു ഫൈറ്റ് എന്ന് പറയുമ്പോ എന്തായാലും കൊള്ളലും ഇല്ലല്ലേ, ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ. ഒരിടെങ്കിലും കൊള്ളൂല്ലേ, ഒരെണ്ണം പോലും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്ത് പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ പടം തിയേറ്ററിലിരുന്ന് കാണുമ്പോഴാണ് ഞാനും ഗീതവും കൂടെ കാണുന്നത്. ഗീത സ്റ്റിൽ നെക്സ്റ്റ് ആണ്. ഞാൻ ഈ സാധനം കണ്ടിട്ട് ഞെട്ടിരിച്ചിരുന്നൊക്കെ. അത് ഭയങ്കര ഫ്ലിപ്പായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ അതിനൊരു തിയേറ്റർ മൊത്തം ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിലൊക്കെ ഉള്ളൊരു മാജിക് കണ്ടപ്പോൾ റിയലി ഇൻസ്പയർഡ് മീ. നമ്മള് ഓക്കെ, നമ്മുടെ വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇഫ് യു ആർ ഗുഡ് ഇനഫ്, ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ. ഇപ്പം നിങ്ങൾ ഒരുമിച്ച് ഇപ്പം കുറച്ച് സിനിമകൾ ചെയ്തു. അപ്പം അത്രയും ക്ലോസ് ഫ്രണ്ട്സുമാണ്, അത്രയും വർഷങ്ങളായിട്ട് അറിയാം. അപ്പം ഈ ഇങ്ങനെ ഒരു രണ്ടാൾക്കാർ ഒരുമിച്ച് സിനിമ ചെയ്യുമ്പം ഉള്ള ഒരു ഗുണങ്ങളും അതേപോലെ ദോഷമുണ്ടെങ്കിൽ അതെന്താണ്? ഗുണങ്ങൾ ഐ തിങ്ക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമല്ല, ഓൾസോ ബിക്കോസ് ഇങ്ങനെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഷീസ് എ വെരി ഗുഡ് ആക്ടർ എന്നുള്ളത് എനിക്കറിയാം. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയും കൂടെ നമ്മുടെ പരിപാടി കുറേയും കൂടെ വൃത്തിക്ക് ചെയ്യാൻ നോക്കും. ലൈക്ക് സമ്മൺ നെക്സ്റ്റ് ടു മീ ഇത്ര നന്നായിട്ട് ഈ സീൻ ചെയ്യുന്നുണ്ട്, അപ്പം ഞാനായിട്ട് ഈ സീൻ ഡ്രോപ്പ് ആവാൻ പാടില്ല എന്നുള്ളൊരു ആഡഡ് റെസ്പോൺസിബിലിറ്റി അതിലേക്ക് വരും. അത് നല്ലതാണ്, അതൊരു പ്രഷറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം അഭിനയത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ദർശനയ്ക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. വേറെ അവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ എന്നെ അത്രയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആദ്യമായിട്ടൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് പാരഡൈസ് പോലൊരു പടത്തിൽ നമ്മൾ അവിടുത്തെ ആയിരുന്നു അല്ലല്ലോ. പക്ഷെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ദർശനയ്ക്ക് മനസ്സിലാവും, അത് പിടിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ തട്ടിപ്പില്ലാതെ സത്യസന്ധമായിട്ട് തന്നെ സീൻ മൊത്തം ചെയ്യാം എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു കംഫർട്ടബിൾ ഇക്വേഷൻ ഉണ്ടാവുക ഒക്കെ. അത് നമ്മൾ ഈ ടു ബി കംഫർട്ടബിൾ വിത്ത് ദ പേഴ്സൺ ഹു ഇസ് യുവർ കോ ആക്ടർ. നമ്മൾ സാധാരണ ഒരു സെറ്റിൽ ചെന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആൻഡ് അതിൽ ചിലത് ഭയങ്കര പെട്ടെന്ന് ക്ലിക്കാവും, അത് മാജിക് ആയിരുന്നു, എപ്പോഴും മാജിക് ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഒരു കംഫർട്ടബിൾ ഇക്വേഷൻ ഉള്ളൊരു ആക്ടറുമായിട്ട് പോകുമ്പോൾ ആ ഒരു സാധനം സോർട്ടഡ് ആണ്. നമുക്ക് ആ രീതിയിൽ ടെൻഷനൊന്നുമില്ല. നമ്മുടെ കോ ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നതിനകത്ത് ഈ ഒരു കോ ആക്ടറിന്റെ കാര്യം ആലോചിക്കണ്ടല്ലോ, ബാക്കിയുള്ള അങ്ങനെ. പക്ഷെ പാരഡൈസിൽ ആക്ച്വലി എല്ലാവരും ഭയങ്കര, ഞങ്ങൾ ഇപ്പൊ ഈ കാണുന്ന 4 പേരല്ലാതെ പിന്നെ 2 ആക്ടേഴ്സും കൂടെ ഉണ്ട് ഒരു കോർ കാസ്റ്റിനകത്ത്. എല്ലാവരുമായിട്ടും ഭയങ്കര നല്ല ഇക്വേഷനാണ്.
അപ്പം നെഗറ്റീവ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് ആക്ച്വലി മോസ്റ്റ്ലി എന്നെ പുഷ് ചെയ്തിട്ടേ ഉള്ളൂ. റോഷൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഹാസ് ഓൺലി പുഷ്ഡ് മീ ടു മൈ ബെസ്റ്റ്. I honestly feel like I can't point out something I have a problem with. The fact that ഈ പറഞ്ഞ പോലെ നമ്മളൊരു കംഫർട്ട്, ഈവൻ ഒരു നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ചിലപ്പോൾ യു നോ യു ആർ ഗോയിങ് ഇൻ ടു എ സെറ്റ്, ദിസ് ഇസ് യുവർ ഹസ്ബൻഡ്, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ അങ്ങനത്തെ ഒക്കെ ഒരു ഇത് പെട്ടെന്ന് ലൈക്ക് ആ സ്പേസിലേക്ക് എത്താനൊക്കെ കുറച്ച് സമയം, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറീസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ അതൊന്നുമില്ല. പിന്നെ അത് ഫീലിംഗ് ഐ ഓൾവേസ് ഫീൽ ചെയ്ത് ഇപ്പോൾ ബിക്കോസ് വി ആർ സോ ക്ലോസ്. എനിക്ക് ഓരോ സെറ്റിലേക്ക് പോകുമ്പോഴും എനിക്ക് മറ്റേ ഭയങ്കര പേടിയില്ല ഞാൻ പോകാം. ലൈക്ക് ഐ ആക്ച്വലി ഗോ ലൈക്ക് മറ്റേ സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എന്നാൽ ഭയങ്കര പേടിയുണ്ട്. പുതിയ ആൾക്കാരാണ്, പുതിയ എൻവയൺമെൻ്റ് ആണ്, പുതിയ എല്ലാം, ഭക്ഷണം, എവറിത്തിങ് ഈസ് ന്യൂ. അപ്പോൾ ആ ഒരു ചേഞ്ചിൽ വർക്കിംഗ് വിത്ത് ഹിം ഇസ് ഓൾവേസ് മേഡ് മീ, ആ ചേഞ്ചിൽ കുറച്ച് കാമറാണ് ഞാൻ. സോ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കുറച്ച് ദിവസം, ആദ്യത്തെ ഒരു 3 ദിവസം നമ്മൾ നമ്മുടെ വീടിനോ എല്ലാം അങ്ങനത്തെ ഫീലിങ്ങിൽ കുറച്ച് ദിവസം ഒരു ഡിസ്കംഫർട്ട് എനിക്ക് തോന്നാറുണ്ട് പേഴ്സണലി. അപ്പോൾ അതിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് പോകണം. ഇവനുള്ളപ്പോൾ ഐ ഫീൽ എ ലിറ്റിൽ മോർ at home. I'm at ഒരു പീസ് ഉണ്ട്. അപ്പോൾ അത് റിയലി ഹെൽപ്സ് മീ ജനറലി ഫോർ ദ ഫിലിം ഓൾസോ. എനിക്ക് തപ്പിപ്പിടിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതാ കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് എനിക്ക് ഫുൾ ഷിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് കുറേ പുതിയ ഞാൻ പറഞ്ഞിങ്ങനെ പ്ലാൻ സമ്മതിക്കൂല. ഇവൻ മറ്റേ ആ പേഴ്സൺ ആണ്. ഹി വാണ്ട്സ് ഹിസ് സ്പേസ്, ഹിസ് പെട്ടെന്ന് എല്ലാരെയും കട്ട് ചെയ്യും, ആരോടും സംസാരിക്കില്ല, അങ്ങനത്തെ ഒക്കെ ആളാ. ഈവൻ ഇപ്പൊ ഷൂട്ടിൽ പോകുമ്പം ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒന്നും കുറേ കാലം ഞങ്ങൾ ആരും റോഷനെ കേൾക്കാറില്ല. നല്ലൊരു ഷൂട്ടാണെന്ന് അറിഞ്ഞാൽ ബേസിക്കലി ഹി വോണ്ട് ബി ഇൻ ടച്ച് വിത്ത് എനിബഡി, അങ്ങനത്തെ ഒരാളാണ്. ഹി വിൽ ഗോ ഓഫ്. അപ്പൊ ആ ഗോ ഓഫിനൊന്നും പറ്റൂല. ബേസിക്കലി ഞാൻ അവിടെ തന്നെ ഉണ്ട്. തിരിച്ചു വന്നിട്ട് ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ വീട്ടുകാരൊക്കെ പറയും, തോന്നി 2 മാസമായിട്ട് ഒരു വിവരം ഉണ്ടാവില്ല. ലൈക്ക് ഇങ്ങനെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മറ്റേ ഏർജന്റ് കോളൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എന്താണെങ്കിലും ശരി, അവിടെ ഒരു സ്പേസിലേക്ക് എൻ്റർ ചെയ്താൽ ആ സ്പേസിൽ ഫുള്ളി ഹാപ്പി ആണെങ്കിൽ ഹീസ് ഇൻ അനദർ വേൾഡ്. അത് ഞാൻ സമ്മതിക്കാറില്ല. ഞാനുള്ള സിനിമയാവുമ്പോ അങ്ങനെ വേറെ വേൾഡിലേക്ക് ഞാനിവിടെ തന്നെ ഉണ്ട്. ഈ ട്രെയിലറിൽ ഇപ്പൊ യാത്ര നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ, ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും വേറെ വേറെ സ്ഥലത്താണ്. ഞങ്ങൾ എല്ലാവരും ചെന്നൈയിൽ ഒരുമിച്ച് താമസിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും വേറെ വേറെ സ്ഥലത്ത്. ഇപ്പോൾ 4 പേരുണ്ട്. അവർ ഓൺ മൈ ഫോൺ സ്ക്രീൻ ഓൾസോ. ഈ 3 പേരാണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് വൺ ഫ്രണ്ട് ഇസ് ഇൻ UK, വൺ ഫ്രണ്ട് ഇസ് ഇൻ ന്യൂസിലാൻഡ്, വേറൊരു ഫ്രണ്ട് ജർമ്മനിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ പാക്ട് ഇസ് എവറി 2 years വിൽ മീറ്റ് ഇൻ സം അതർ കൺട്രി. അപ്പോൾ അത് വി ഹാവ് ബീൻ മെയിൻറ്റെയിനിങ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. പിന്നെ ഈ വെരി നോർമൽ ഫാമിലിയിലെ ഒരു ബഞ്ചായിട്ട് ഞങ്ങൾ റീസെൻ്റ്ലി കുറച്ച് ട്രാവൽ ചെയ്ത് പറ്റുമ്പോഴൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സേവ് ചെയ്യുന്നത് തന്നെ ട്രാവൽ ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, പോയി ഒരു വേറെ നാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഈ യാത്രകളിൽ ഇപ്പൊ സിനിമയിൽ കാണുന്ന പോലെ അല്ലെങ്കിലും എവിടെന്നെങ്കിലും പണികൾ കിട്ടിയിട്ടുണ്ടോ? പിന്നെ പണികൾ കിട്ടിയിട്ടുണ്ട് യാത്രകളിൽ. അത് സംഭവിക്കണമല്ലോ. യാത്രയാകുമ്പോ ചെറിയ പണികൾ ഈ സിനിമയിൽ കാണുന്ന രീതിയിൽ അത്രയും പണി കിട്ടല്ലേ എന്ന് അത്രയും വലിയ പണിയൊന്നും കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ഒന്ന് ചെറുത് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ ഇല്ല, ഇതിൽ പറയാൻ പറ്റില്ല, എത്ര അൺസെൻസേർഡ് ആണെങ്കിലും പറയില്ല ഞാൻ. അതെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പാരഡൈസ് സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ തന്നെ. അതെ, ഞാൻ ആദ്യം എന്താണ് സിനിമ എന്ന് ചോദിച്ചപ്പോ തന്നെ ഒരുപാട് അധികം പറഞ്ഞതുപോലെ എനിക്ക് പിന്നെ തോന്നി. അപ്പോ അതേ ഉള്ളൂ. ദർശന നേരത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് എനിക്ക് ഭയങ്കര കറക്റ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് അത് ഞാൻ മോഷ്ടിച്ചോട്ടെ. ഇതാണ് ഞങ്ങളിങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മോഷ്ടിച്ച അവസാനം ആരാ ആക്ച്വലി ഈ തോട്ട് ആരുടെ ആണെന്ന് ദർശന പറഞ്ഞത്. മലയാള സിനിമയിലെ ഓഡിയൻസ് വളരെ ഇവോൾവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. അവരെല്ലാ തരം സിനിമകൾ കാണുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിൽ തന്നെ വന്നു പോയിട്ടുള്ള സിനിമകൾ, അല്ലെ മമ്മൂക്കയുടെ ഒരൊറ്റ ആളുടെ ഫിൽമോഗ്രഫി തന്നെ അതൊരു വലിയ പ്രൂഫാണ്. അപ്പോൾ അതുപോലെ പല വ്യത്യസ്തമായ സിനിമകൾ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓഡിയൻസ് ഈ സിനിമയ്ക്കും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, ഈ സിനിമയും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഉള്ളതായിരുന്നു ദർശനയുടെ
ആശയം. അത് ഇനിയിപ്പോ ഞാനൊന്നും പറയണ്ടല്ലോ. അതെനിക്ക് വളരെ കറക്റ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് അത് ഞാൻ പറയുന്നു. വെറുതെ എല്ലാ ആളുകൾ ഡയലോഗ് പെട്ടെന്ന് പഠിക്കുന്നു കറക്റ്റ് ആയിട്ട് സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ടു ദി ടീം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.